സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടെ ഒരു കിണർ ആയിരുന്നു ഉണ്ടായിരുന്നത്. കിണറിന്റെ പേര് ബിഇറു സുഖിയ എന്നായിരുന്നു. ബിഇർ എന്ന് പറഞ്ഞാൽ കിണറെന്നാണ് അർത്ഥം. അറബിയിൽ കിണർന്ന് പറയുന്നതാണ് ബിഇർ. ബിഇറു സുഖിയ എന്നായിരുന്നു പേര്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കിണറായിരുന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കിണറിന്റെ പരിസരത്ത് സ്വഹാബത്തിനൊക്കെ അണിയായി നിർത്തി ആ കിണറിൽ നിന്ന് വെള്ളം കോരി ഒളുവുണ്ടാക്കി അവിടെ നിസ്കരിച്ചു. അവിടുന്ന് ചെറിയ സ്വഹാബത്തിനൊക്കെ തിരിച്ചയച്ചു. അതുപോലെ അഹ്ലുൽ മദീനക്ക് ബർക്കത്തിന് വേണ്ടി അവിടെ വെച്ച് ദുആ ചെയ്തു. അങ്ങനെ അവിടെ നിന്നാണ് തയ്യാറെടുപ്പ് നടത്തിയിട്ട് ബദറിലേക്ക് പുറപ്പെട്ടത് കേട്ടോ. ഇപ്പൊ ആ കിണറിന്റെ സ്ഥാനത്ത് ഒരു പള്ളിയാണുള്ളത്. പള്ളിന്റെ പേര് മസ്ജിദ് സുഖിയ എന്നാണ്. കിണറിന്റെ പേരായിരുന്നു ബിഇറു സുഖിയ എന്ന്. അതുപോലെ നമ്മൾ ഇടതുവശത്ത് മതിൽക്കെട്ടിന്റെ ഉൾഭാഗത്ത് കാണുന്നത് പഴയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഹിജാസ് റെയിൽവേ, ഹിജാസ് ട്രെയിനിന്റെ തുർക്കിയുടെ ഭരണകാലത്ത് ഇവിടുന്ന് തുർക്കിയിലേക്ക് ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. ഇതാ ഹിജാസ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആ ട്രെയിനാണ് നമ്മൾ ഉൾഭാഗത്ത് കാണുന്നത് കേട്ടോ. ഹിജാസ് ട്രെയിൻ, ഹിജാസ് റെയിൽവേ എന്നൊക്കെ ആയിരുന്നു പേര്. ഈ ഓട് ബിൽഡിങ്ങളൊക്കെ ഉണ്ടോ തുർക്കിയുടെ കാലത്ത് അവരുണ്ടാക്കിയാണ്. നമ്മൾ റൈറ്റ് സൈഡ് കാണുന്നത് പിന്നെ ഇവിടുത്തെ മദീന മുനിസിപ്പാലിറ്റിയാണ്. കുബയൊക്കെ കണ്ടാല് വലിയ പള്ളി മാതിരിയാണ് കണ്ടില്ലേ. പക്ഷെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയാണ്. അതുപോലെ നേരെ മുന്നിൽ കാണുന്ന പള്ളിയാണ് മസ്ജിദ് തുർക്കി. തുർക്കികൾ പണ്ട് അവരെ ഭരണകാലത്ത് ഉണ്ടാക്കിയ ഒരു പഴയ പള്ളിയാണ് കേട്ടോ. ആ പള്ളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ കരിങ്കല്ലാണ്. നോക്കി ഞങ്ങള് അതിന്റെ മേൽക്കൂരയും കൊബ്ബയും മുനാരും ഒക്കെ നോക്കിയാട്ടെ. കരിങ്കല്ല് അട്ടിയിട്ടിട്ടാണ് അതിന്റെ കുബ്ബയൊക്കെ ഉണ്ടാക്കിയത് കണ്ടോ. അപ്പൊ തുർക്കിയുടെ ആർക്കിടെക്റ്റിന്റെ പവറാണ് കാണുന്നത്. തുർക്കിയുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയ പഴയ പള്ളിയാണ് മസ്ജിദ് തുർക്കി എന്നാണ് പേര്. ഇതവരെ ട്രെയിനിന്റെ റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത്. റൈറ്റ് സൈഡ് കണ്ട പള്ളി, ചെറിയ പള്ളി ഇതാ. ഇതാണ് മസ്ജിദ് സുഖിയ എന്ന് പറയുന്ന പള്ളി കേട്ടോ. ഇവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് അണിയായി നിർത്തി തയ്യാറെടുപ്പ് നടത്തി ബദറിലേക്ക് പുറപ്പെട്ട സ്ഥലമാണ്. ഇതിന്റെ ഉൾഭാഗത്ത് പഴയ ട്രെയിനിന്റെ ബോഗികളൊക്കെ നിങ്ങൾക്ക് കാണാം. വേണ്ടോ കറുത്തിട്ട് കൽക്കരി എഞ്ചിൻ കണ്ടോ. ഇപ്പോഴത്തെ അതേ മോഡൽ തന്നെ. ഇതവിടെ നോക്കിയാട്ടെ ഉണ്ടോ. ട്രെയിനിന്റെ ട്രെയിനിന്റെ ബാഗില്ല ട്രെയിനിന്റെ ബോഗികളൊക്കെ. അപ്പോൾ ഇവിടുന്ന് തുർക്കിയുടെ ഭരണകാലത്ത് തുർക്കിയിലേക്ക് സർവീസ് നടത്തിയ പഴയ ട്രെയിനാണ് ഹിജാസ് ട്രെയിൻ, ഹിജാസ് റെയിൽവേ എന്നൊക്കെയാണ് പേര്. അതായത് കൽക്കരിയിൽ ഓടിയിരുന്ന ഒറിജിനൽ തീവണ്ടി.